Hi everyone, welcome to a new video. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് CBSE ക്ലാസ് 7 ചാപ്റ്റർ 1 ലാർജ് നമ്പേഴ്സ് അറൗണ്ട് us എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് എ ലാക്ക് വെറൈറ്റീസ്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ദാറ്റ് കോൺവെർസേഷൻ ഇറ്റ് ഗിവ്സ് earlier our country had about a lakh varieties of rice. Farmers used it to preserve different varieties of seeds and use them to grow rice. Now we only have a handful of varieties also. Farmers have to come to the market to buy seeds. അപ്പോൾ അത് പറഞ്ഞേക്കുന്നത് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഫാമേഴ്സിന്റെ കയ്യിൽ ഒരുപാട് തരം വെറൈറ്റി സീഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സൂചിപ്പിക്കാനാണ് അവിടെ ഒരു വേർഡ് ലാക്ക് വെറൈറ്റീസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം വെറൈറ്റീസ് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. പക്ഷെ ഇപ്പോഴോ വളരെ കുറവാണ്. ഹാൻഡ്ഫുൾ ഓഫ് വെറൈറ്റീസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ ആ പണ്ടത്തെ അത്രമാത്രം വെറൈറ്റി ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ആ ലാക്ക് വെറൈറ്റി എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമ്പർ കമ്പാരിസൺ, ഒരു നമ്പറിനേക്കാളും എത്ര വലുതാണ് മറ്റേ നമ്പർ എന്ന് കമ്പയർ ചെയ്യുന്നത്, അത് വെറുതെ പറയുകയല്ല, കുറച്ച് ലൈഫ് എക്സാമ്പിൾസ്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസിനെ വെച്ച് കമ്പയർ ചെയ്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലാർജ് നമ്പേഴ്സ് അറൗണ്ട് us. Now here there are some boxes. We need to fill that boxes. The first one is given the largest 3-digit number. It is given that 999, and you need to add 1 to that number. When we add 1 to 999, we get 1000, and that is the smallest 4-digit number. And the largest 4-digit number is 9999, and when we add 1 to that number, we get the smallest 5-digit number, that is 10,000. And the largest 5-digit number is 99,999, and when we add 1 to that, we get the smallest 6-digit number, and it is 1 lakh. So 1 lakh is the smallest 6-digit number, and that we get by adding 1 to the largest 5-digit number. And there are 5 zeros in 1 lakh. And here also some boxes, that is we need to add 1 to each number to get the next number. The first one is 99,995. When we are adding 1 to that, we get 99,996. Again 99,997. Then 99,998. 99,999. When we adding 1 to that, we get 1 lakh. Then 1 lakh 1, 1 lakh 2, 1 lakh 3, and 1 lakh 4. Here given, Roxy and Estu found that if they ate one variety of rice a day, they would come nowhere close to a lakh in a lifetime. റോക്സിയും എസ്തും കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, അവര് ഒരു ദിവസം ഒരു വെറൈറ്റി ഓഫ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈം, ഇപ്പൊ ലൈഫ് ടൈം നമ്മൾ ഒരാളുടെ ലൈഫ് ടൈം 100 years എടുത്താൽ ഒരാള് ഒരു ദിവസം ഒരു വെറൈറ്റി ഓഫ് റൈസ് വെച്ച് കഴിച്ചാൽ അയാൾക്ക് 1 lakh വെറൈറ്റി കഴിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഒരു വെറൈറ്റി ആണ് കഴിക്കുന്നതെങ്കിൽ നമുക്കറിയാം 1 year എന്ന് പറയുന്നത് 365 days ആണ് അല്ലേ? അപ്പൊ 1 year കൊണ്ട് അയാൾക്ക് 365 വെറൈറ്റി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. സോ ഇൻ 100 years he can eat only 365 into 100. That is 36,500 variety of rice. 36,500 variety മാത്രമേ അയാൾക്ക് 100 year കൊണ്ട് കഴിക്കാൻ പറ്റൂ. ഡെയിലി 1 വെറൈറ്റി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ. റോക്സി സജസ്റ്റ് വാട്ട് ഇഫ് വി ate 2 varieties of rice every day? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ദിവസം 2 വെറൈറ്റി വെച്ചൊന്ന് കഴിച്ചു നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ 100 years കൊണ്ട് എത്ര വെറൈറ്റി കഴിക്കാൻ പറ്റും? നമ്മൾ ഒരു ദിവസം 2 വെറൈറ്റി വെച്ചാണ് കഴിക്കുന്നതെങ്കിൽ സോ ഇൻ 365 days we can eat 365 into 2, that is 730 rice in 1 year. 1 yearൽ 730 വെറൈറ്റി ഓഫ് റൈസ് കഴിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 100 yearsൽ എത്ര പറ്റും? 730 into 100,
ദാറ്റ് ഈസ് 73,000. 73,000 മാത്രമേ നമുക്ക് 100 ഇയറിൽ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വെറൈറ്റി വെച്ച് കഴിച്ചാലും നമുക്ക് 1 lakh വെറൈറ്റി 100 ഇയർ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റില്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഇഫ് എ പേഴ്സൺ ate 3 varieties of rice every day? Will they be able to taste all the lakh varieties in 100 year lifetime? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 3 വെറൈറ്റി ഓഫ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ 100 ഇയേഴ്സ് കൊണ്ട് 1 lakh വെറൈറ്റി കഴിക്കാൻ പറ്റുമോ? ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇഫ് ഹി ate 3 വെറൈറ്റി ഓഫ് റൈസ് എവറി ഡേ, അപ്പോൾ 3 വെറൈറ്റി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ 1 ഇയർ ഹി ക്യാൻ eat 365 into 3, ദാറ്റ് ഈസ് 1095 വെറൈറ്റി 1 ഇയർ കൊണ്ട് കഴിക്കാൻ സാധിക്കും. സോ ഇൻ 100 ഇയേഴ്സ് ഹി ക്യാൻ eat 1095 into 100, that is equal to 1,09,500. 1,09,500 വെറൈറ്റി 100 ഇയർ ലൈഫ് ടൈം കൊണ്ട് കഴിക്കാം അല്ലേ? അപ്പോൾ ഒരു ദിവസം 3 വെറൈറ്റി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലാഖ് വെറൈറ്റീസ് ഓഫ് റൈസ് 100 ഇയേഴ്സ് കൊണ്ട് കഴിയാൻ പറ്റും. Histu said, we know how many days are there in a year, that is 365. If we ignore leap years, നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് 1 ഇയർ എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. പക്ഷെ ലീപ്പ് ഇയേഴ്സ് 4 ഇയേഴ്സ് കൂടുമ്പോഴാണല്ലോ ലീപ്പ് ഇയർ വരുന്നത്. അതായത് ലീപ്പ് ഇയറിൽ 1 ഡേ കൂടുതലായിരിക്കും. 366 ഡേയ്സ് ആണ് ലീപ്പ് ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫെബ്രുവരിയിൽ ഒരു ഡേ കൂടുതലായിട്ട് വരും. അപ്പോൾ തൽക്കാലം ആ ലീപ്പ് ഇയറിനെ നമ്മളൊന്ന് ഇഗ്നോർ ചെയ്യുന്നു. നോർമലി ഉള്ള വർഷങ്ങളിൽ 365 ഡേയ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എടുക്കുക. If we live for y years, then the number of days in our lifetime will be 365 into y, അല്ലേ? നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത് 365 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു y വർഷം, എത്ര വർഷമാണോ നമ്മൾ ജീവിക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ അവർ ലൈഫ് ടൈം ഈസ് 365 into that number ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് എ നമ്പർ ഫോർ y. How close to 1 lakh is the number of days in y years for the y of your choice? അപ്പോൾ നമ്മൾ ഒരു y കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് നമ്മൾ എത്ര വർഷം ജീവിച്ചാൽ the number of days is close to 1 lakh in y years. അപ്പോൾ ആ എത്ര ഇയർ ആണ് 1 lakh ഡേയ്സ് നമ്മുടെ ലൈഫ് ടൈമിൽ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. യേസ്തു പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ y ഇയർ ആണ് ജീവിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ അവർ ലൈഫ് ടൈം ഈസ് 365 into y, and if that is equal to 1 lakh, then this y is equal to 1 lakh divided by 365, and that is equal to 273.9. നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്താൽ that is approximately equal to 274. ഒരു 274 ഇയർ നമ്മൾ ജീവിച്ചിരുന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് ടൈം 1 lakh ഡേയ്സ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതൊരിക്കലും പോസിബിൾ അല്ല അല്ലേ? ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ലൈഫ് ടൈം ഇസ് 100 ഇയേഴ്സ് ആണ്. അപ്പോൾ 100 ഇയേഴ്സ് പോലും പലരും എത്താറില്ല. എങ്കിലും നമ്മൾ പറയുന്നത് ഒരു ഹ്യൂമൻ ലൈഫ് ഇസ് 100 ഇയേഴ്സ്. അപ്പോൾ 100 ഇയേഴ്സ് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ലൈഫ് ടൈമിൽ വരുന്നത് 36,500 ഡേയ്സ് ആണ്. അത്രമാത്രം ചുരുങ്ങിയ ഒരു സമയമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1 lakh ഡേയ്സ് ഒക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ 274 ഇയേഴ്സ് ഒക്കെ ജീവിച്ചെങ്കിലേ പറ്റൂ. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. റൗട്ട് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ്, ദ പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ ഓഫ് ചിന്താമണി about 75,000. How much less than 1 lakh is 75,000? 2011 സെൻസസ് അനുസരിച്ച് ചിന്താമണി എന്ന് പറയുന്ന ആ ഒരു ടൗണിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 75,000 ആണ്. 75,000 എന്ന് പറയുന്നത് 1 lakhനേക്കാളും എത്ര കുറവാണ്? സോ വി നീഡ് ടു ഫൈൻഡ് ദ ആൻസർ ബൈ സബ്ട്രാക്ടിങ് 75,000 ഫ്രം 1 lakh. 75,000 ഈ 1 lakhൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ ആൻസർ കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 25,000. 75,000 1 lakhനേക്കാളും എത്ര കുറവാണ്? 25,000 കുറവാണ്. Now the next question is, the estimated population of Chintamani in the year 2024 is 1,06,000. How much more than
1 lakh is 1,06,000. ഇത് 2024 ആകുമ്പോഴേക്ക് വരുന്ന എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,06,000 ആണ്. അത് ഈ 1 lakhനേക്കാളും എത്ര കൂടുതലാണ്? സോ വി നീഡ് ടു സബ്ട്രാക്ട് 1 lakh ഫ്രം 1,06,000. 1,06,000 minus 1 lakh is equal to എത്ര വരും? That is equal to 6,000. That is 1,06,000 is 6,000 greater than 1 lakh. 1 lakhനേക്കാളും ഒരു 6,000 കൂടുതലാണ് 1,06,000. Now the next question. By how much did the population of Chintamani increase from 2011 to 2024? 2011ൽ നിന്നും 2024 എത്തുമ്പോഴത്തേക്കും എത്ര മാത്രമാണ് ആ പോപ്പുലേഷനകത്ത് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്? 2011 നമ്മൾ പറഞ്ഞു 75,000 മാത്രമേ ഉള്ളൂ അവിടുത്തെ പോപ്പുലേഷൻ. ബട്ട് ഇൻ 2024 ആയപ്പോഴേക്കും അത് 1,06,000 ആയി. അപ്പോൾ ആ ഡിഫറൻസ് എത്രമാത്രം ഇൻക്രീസ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? We need to find the difference between 1,06,000 and 75,000. അപ്പോൾ 1,06,000 minus 75,000 is equal to 31,000. അത്രയും ഇൻക്രീസ് ആണ് 2011 നിന്നും 2024 എത്തുമ്പോഴത്തേക്ക് ആ പോപ്പുലേഷനകത്തുള്ള ഇൻക്രീസ്. Now next one, getting a feel of large numbers. You may have come across interesting fact like this. The world's tallest statue is the Statue of Unity in Gujarat, depicting Sardar Vallabhbhai Patel. Its height is about 180 meter. നിങ്ങൾ അതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഗുജറാത്തിലുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ആണ് the world's tallest statue. It is known as the Statue of Unity and it is about 180 meter height. അതിന് 180 meter height ഉണ്ട്. Then the Kunjikal waterfall in Karnataka is said to drop from a height of about 450 meter. കർണാടകയിലുള്ള കുഞ്ചിക്കൽ വാട്ടർഫാൾ എന്ന് പറയുന്നത് ഒരു 450 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് അത് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാച്യുവിന്റെ ഹൈറ്റ് പറഞ്ഞു 180, കുഞ്ചിക്കൽ വാട്ടർഫാളിന്റെ ഹൈറ്റും പറഞ്ഞു 450. It is not always easy to get a sense of how big these measurements are. അല്ലെ, പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ 180 അല്ലെങ്കിൽ 450 എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വലുതാണ് എന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകണം എന്നില്ല. But we can get a better sense of their size when we compare them with something familiar. പക്ഷെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളതാണ് നമ്മുടെ വീടിന്റെ പൊക്കം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ പൊക്കം, അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്ത് കാണുന്ന ചില കെട്ടിടങ്ങളുടെയൊക്കെ ഹൈറ്റ്. അപ്പൊ അതുമായിട്ട് വെച്ച് ഈ സ്റ്റാച്യുവിനെയും വാട്ടർഫാളിനെയും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ടോളസ്റ്റ് ആണ് സ്റ്റാച്യൂസ് ആയാലും വാട്ടർഫാൾ ആയാലും എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ റൈറ്റ്. സോമു ഈസ് 1 meter tall. ഇവിടെ സോമു ഉണ്ട്. സോമുവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് only 1 meter ആണ്. If each floor is about 4 times his height, what is the approximate height of the building? അപ്പൊ സോമുവിന്റെ ഹൈറ്റ് 1 meter പറഞ്ഞു. ഈ ഓരോ ഫ്ലോറിന്റെയും ഹൈറ്റ് 4 times of സോനൂസ് ഹൈറ്റ് ആണ്. അപ്പൊ എത്രയായിരിക്കും ഒരു ഫ്ലോറിന്റെ ഹൈറ്റ്? 1 into 4, that is 4 meter. ഈ ഓരോ ഫ്ലോറും 4 meter ഹൈറ്റ് ആണ്. അപ്പൊ എത്ര ഫ്ലോർ ഉണ്ടെന്ന് നോക്കിയേ, നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കേ. ഇൻക്ലൂഡിങ് ദ ഗ്രൗണ്ട് ഫ്ലോർ അവിടെ 11 ഫ്ലോർ ആണുള്ളത്. അപ്പൊ 11 ഫ്ലോർ, ഓരോ ഫ്ലോറിന്റെയും ഹൈറ്റ് 4 meter ആണ്. അപ്പൊ ടോട്ടൽ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? 11 into 4, that is 44 meter. ഈ 11 ഫ്ലോറുകളുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 44 meter ആണ് വരുന്നത്. Now the question is, which is taller, the Statue of Unity or this building? അല്ലേ, നമുക്ക് എളുപ്പം മനസ്സിലാകും. സ്റ്റാച്യു ഓഫ് യൂണിറ്റി 180 meter ആണ്, ഇത് 44 meter ഉള്ളൂ. അപ്പൊ ഏതാണ് ടാളസ്റ്റ്? സ്റ്റാച്യു തന്നെയാണ് ടാളസ്റ്റ്. ഹൗ മച്ച് ടാളർ? എത്ര കൂടുതലാണ്? ദാറ്റ് ഈസ് 180 minus 44. 180 minus 44 is 136. We can see that the height of the Statue of Unity is close to 4 times the height of Somu's building. അല്ലെ, സോമുവിന്റെ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഹൈറ്റിന്റെ 4 times ആണ് സ്റ്റാച്യു. സോമുവിന്റെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 44. 44 into 4, 4 times എന്ന് പറയുമ്പോൾ we need to multiply it with 4. 44 into 4 എത്ര കിട്ടും?
76. How much taller is the Kunjikal waterfall than Somu's building? സോമുവിന്റെ ബിൽഡിങ്ങിനേക്കാളും എത്ര ടാളർ ആണ് കുഞ്ചിക്കൽ വാട്ടർഫാൾ? കുഞ്ചിക്കൽ വാട്ടർഫാൾ എത്രയാ? 450. 450 minus 44 that is equal to 406 meter. അല്ലേ? സോമുവിന്റെ ബിൽഡിങ്ങിനേക്കാളും 406 meter ഹയർ ആണ് ആ കുഞ്ചിക്കൽ വാട്ടർഫാൾ എന്ന് പറയുന്നത്. Now the next question, how many floors should Somu's building have to be as high as the waterfall? അപ്പോൾ ഈ സോമുവിന്റെ ബിൽഡിങ്ങിന് ഇപ്പോൾ 11 ഫ്ലോർസ് ഉണ്ട്. അതിന്റെ കൂടെ എത്ര ഫ്ലോറും കൂടെ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ചിക്കൽ വാട്ടർഫാളിന്റെ അത്രയും ഹൈറ്റിലെത്തും. അപ്പൊ കുഞ്ചിക്കൽ വാട്ടർഫാളും ബിൽഡിങ്ങും തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം എന്ന് പറയുന്നത് 406 ആണ്. അപ്പൊ 406 ഹൈറ്റും കൂടെ വരണം എന്നുണ്ടെങ്കിൽ എത്ര ഫ്ലോർസും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഓരോ ഫ്ലോറിന്റെയും ഹൈറ്റ് എത്രയായിരുന്നു? 4. അപ്പം 406 എത്തണമെങ്കിൽ എത്ര 4 മീറ്റർ ഹൈറ്റ് ഉള്ള ഫ്ലോർ കൂടെ വേണം? ദാറ്റ് ഈസ് 406 ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 101.5, ദാറ്റ് വി ക്യാൻ റൗണ്ട് ഓഫ് ടു 102. ഒരു 102 ഫ്ലോറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ വാട്ടർഫാളിന്റെ ഹൈറ്റിൽ ആ ബിൽഡിംഗ് എത്തുകയുള്ളൂ. ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകളോ ക്വസ്റ്റ്യനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക.